ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ നിസാൻ ടെക്ടോൺ. ടെക്ടോണിലെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആയ ടെക്ന പ്ലസ് വേരിയന്റ് ആണ്. ഡസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെക്ടോണിലുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ 1 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ ടോപ്പ് എൻഡ് വരെ അവൈലബിൾ ആണെന്നുള്ളതാണ്. അതായത് ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ നിങ്ങൾക്ക് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിൽ ലഭിക്കും. മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് നമ്മുടെ 1.3 കൊടുത്തിരിക്കുന്നത്. അത് DCT ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഡസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണുള്ളത്, എത്രയാണ് ടെക്ടോന്റെ ഓൺ റോഡ് പ്രൈസ്, അത് ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ള ഡീറ്റെയിൽഡ് പ്രൈസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ടെക്ടോന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള ടെക്ന പ്ലസ് വേരിയന്റ് ആണ്. 1 ലിറ്റർ ടർബോ. ഇത് 1.3 ടർബോ ആണ് എങ്കിൽ എക്സ്റ്റീരിയറിൽ നിന്നുള്ള ഒരേ ഒരു ഡിഫറൻസ് ഇവിടെ നമുക്കൊരു റെഡ് ലൈൻ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. മറ്റ് എല്ലാ ലുക്കും എക്സാക്ട് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ ആണെങ്കിലും 1.3 ആണെങ്കിലും വരുന്ന ഒരേ ഒരു ഡിഫറൻസ് ആ റെഡ് ലൈൻ്റെ മാത്രമാണ്. ഇനി നമ്മുടെ ഡസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും പ്രീമിയം ലുക്കിംഗ് വാഹനമാണ് നമ്മളുടെ ടെക്ടോൺ. എവിടെയൊക്കെയോ നിസാൻ പറയുന്ന പോലെ നമ്മളുടെ 2.5 കോടി രൂപയോളം ഓൺ റോഡ് വില വരുന്ന നിസാൻ പാട്രോളിൻ്റെ ചെറിയ ലുക്ക് നമുക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്യും. അത്രയും പ്രൈസ് വരുന്ന ആ വാഹനത്തിൻ്റെ ഡിസൈനിൽ നിന്ന് ഇൻസ്പയർ ആവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ലോങ്ങിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ നമുക്ക് ആ ഒരു പാട്രോൾ ടച്ച് ഇതിനകത്ത് ശരിക്കും ലഭിക്കുന്നുണ്ട്. ഡസ്റ്റർ ഒരു റഫ് ആൻഡ് ടഫ് SUV ലുക്കാണ് എങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം എലഗന്റ് ലുക്ക് എന്ന് പറയേണ്ടി വരും. അത് നിസാന്റെ ഡിസൈനേഴ്സിനോട് ഹാർട്സ് ഓഫ് പറയേണ്ടി വരും. ഈ വാഹനം ഇത്രയും അടിപൊളി ലുക്കിൽ ഡിസൈൻ ചെയ്തതിന്, എസ്പെഷ്യലി ഫ്രണ്ട് ലുക്ക് ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് കാണാം ആ ടെക്ടോൺ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ് എന്നുള്ളത്. ഇപ്പോൾ ഡസ്റ്ററിൽ ദീപാവലിയോടൊക്കെ അനുബന്ധിച്ച് നമ്മളുടെ ഹൈബ്രിഡ് വരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിസാൻ ഹൈബ്രിഡ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 20 ലക്ഷം രൂപയുടെ അടുത്താണ് നിങ്ങൾ ഈ കാണുന്ന ടോപ്പ് എൻഡ് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരിക. അപ്പോൾ ആ ഒരു പ്രൈസിന് ഇത്രയും പ്രീമിയം ഫീച്ചേഴ്സ് തരുന്ന വേറൊരു വാഹനം ശരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇനി ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റേ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു വൈറ്റ് കളറാണ്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒക്കെ വന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നത്. കാണാൻ ഒരു രക്ഷയില്ലാത്ത റോഡ് പ്രസൻസ് ആണ്. ഇപ്പോൾ ടോപ്പിലായിട്ട് നമുക്ക് ആ ടെക്ടോൺ എന്ന് പറയുന്ന ബാഡ്ജും കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഫ്രണ്ട് ഗ്രില്ല് ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് നിസാൻ്റെ വലിയ ലോഗോ കാണാനായിട്ട് പറ്റും. നമുക്ക് ആ ഒരു കണക്റ്റഡ് DRL ഈ വേരിയന്റിൽ വരുന്നുണ്ട്. നൈറ്റിലൊക്കെ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള DRL തന്നെയാണ് വരുന്നത്. ഫുൾ LED ആയിട്ട് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പിലെ ഈ പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിൽ 6 പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വശങ്ങളിൽ നിങ്ങൾക്ക് ആ പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു LED ഫോഗ് ലൈറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. 212 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ ടോപ്പിലെ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലും താഴത്തെ ഈ പോർഷൻസിലേക്ക് വരുമ്പോൾ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുമാണ് അതിൽ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത റോഡ് പ്രസൻസ് തരുന്നൊരു വാഹനം തന്നെയാണ് നമ്മളുടെ ടെക്ടോൺ. ഇപ്പോൾ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അഡാസ് ലെവൽ 2 പോലെയുള്ള ഫീച്ചേഴ്സ്. അതിൻ്റെ ഫ്രണ്ട് ക്യാമറ കാണാം. ടോപ്പിൽ നമുക്ക് പനോറമിക് സൺറൂഫ് കൊടുത്തിരിക്കുന്നു. ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പർ കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ടോപ്പ് എൻഡിൽ വേറെ യാതൊരു മാറ്റവും ഇല്ല. നമുക്ക് ആ മറ്റ് ടർബോ പെട്രോളിൽ വരുന്ന സെയിം വീൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 225/54R18 ഇഞ്ച് ഒരു ഡയമണ്ട് കട്ട് ഭംഗിയുള്ള അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഡസ്റ്ററിൻ്റെ അലോയ്സിനേക്കാളും കുറച്ചും കൂടി പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള അലോയ്സ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്കുകളാണ് ടോപ്പ് എൻഡിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വശങ്ങളിൽ ആ ഒരു ബ്ലാക്ക് ലാഡിങ് കാണാം. ഇവിടെ T160 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇതാണ് 1 ലിറ്റർ ടർബോയിൽ 160 NM ആണ് അതിൻ്റെ ടോർക്ക്. അതാണ് T160 എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു സിൽവർ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറേ മൗണ്ടൻ്റെ ഡിസൈൻ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. സൂക്ഷിച്ച് നോക്കിയാലാണ് അത് ശരിക്കും മനസ്സിലാവുക. മിറേഴ്സിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 360 ക്യാമറ വരുന്നതുകൊണ്ട് ക്യാമറയും കാണാം. ഫ്രണ്ടിൽ നമുക്ക് ക്യാമറ വരുന്നുണ്ട്. നമ്മളുടെ നിസാൻ ലോഗോയുടെ താഴെയായിട്ടാണ് 360 ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എവിടെയൊക്കെ ഒരു ഡസ്റ്റർ ഛായ നമുക്ക് ഈ വാഹനത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ എൻറ്റയർലി ന്യൂ ഡിസൈനും വശങ്ങളിലേക്ക് വരുമ്പോൾ എവിടെയൊക്കെയോ ഒരു ഡസ്റ്റർ ഛായ വരുന്നുണ്ട്. താഴെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ചുറ്റുപാടും പോകുന്നത് കാണാം. അവിടെ ഒരു സിൽവർ ലൈൻ കൊടുത്തിരിക്കുന്നു. അതിന് എൻഡിലായിട്ട് ഇവിടെ
നിസാൻ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ്ങും കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് റിക്വസ്റ്റ് സെൻസർ ഒന്നും കാണാനായിട്ട് പറ്റില്ല. നമ്മൾ വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവുന്ന വോക്കവേ ലോക്ക് ആൻഡ് അൺലോക്ക് ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നു. ഫോളോ മീ ഹെഡ്ലാമ്പിന്റെ ഓപ്ഷനോട് കൂടി കീ ആണ്. നിസാന്റെ ലോഗോ കാണാം. കീയെങ്കിലും നിസാനിലേക്ക് വന്നപ്പോൾ നമ്മൾ മാറ്റുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. കാര്യം ഡസ്റ്ററിലും സിമിലർ കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഒരേ ഒരു പോരായ്മ ഈ കീ ആണെന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ബി പില്ലറും സി പില്ലറും എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു സി പില്ലറിൽ മൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് ബാക്കിലെ ഡോർ ഹാൻഡിൽസ് വരുന്നത്. ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് കാണാം. ഇത് ഡു നോട്ട് ലോഡ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. അത് ഫങ്ഷണലാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, പക്ഷെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. സിൽവർ ഫിനിഷാണ്. നമുക്കൊരു പനോറമിക് സൺറൂഫ് കാണാം. ബാക്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ഷാർപ്പിന് ആൻറ്റിന കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനു മുമ്പ് നമുക്ക് ഈ ഫ്യൂവൽ ലിഡ് പുറത്തുനിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിന് വാഹനം അൺലോക്ക് ആയിരിക്കണം. ലോക്ക് ആണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കാണാം. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് വേരിയന്റ് തൊട്ടാണ് ഈ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഡസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻസിലാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു സി ഷേപ്പ് കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിലെ ഡിസൈനും ആ ഒരു സി ഷേപ്പ് ഇൻസ്പയർഡ് ആണ്. താഴത്തെ ആ ബെമ്പറിന്റെ പോർഷൻസിലും നമുക്ക് ആ ഒരു സി ഷേപ്പ് കാണാം. ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് എവിടേക്കും ഒരു ഡസ്റ്റർ ചായ, എന്നാൽ ഒരു ടെക്ടോണ്ടേതായ ഒരു ഐഡന്റിറ്റി വാഹനത്തിനുണ്ട്. ഒരു 70% ഡസ്റ്ററും 25% നിസാനും എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന്റെ നടുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. നടുക്ക് നിസാന്റെ ലോഗോ കാണാനായിട്ട് പറ്റും. വശങ്ങളിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ റിവേഴ്സ് ലൈറ്റ് രണ്ട് വശത്തും ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് കാണാം. നമുക്ക് ബാക്കിലായിട്ട് റിവേഴ്സ് ക്യാമറ ലോഗോന്റെ കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. ടെക്ടോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ബാക്കിലേക്ക് നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ ബെമ്പർ പോർഷൻ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് 6 പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ടൈൽ ഗേറ്റിന്റെ ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. യെസ്, ഓട്ടോ ടൈൽ ഗേറ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഡസ്റ്ററിൽ കണ്ട പോലെ തന്നെ ഇതിനകത്ത് മെമ്മറി സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് വെച്ചിട്ട് നമുക്ക് മെമ്മറി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ബൂട്ടിൽ സ്പേസ് നോക്കുകയാണെങ്കിൽ ഈ പാഴ്സൽ ട്രേ ഉണ്ട് എങ്കിൽ അത് 518 ലിറ്ററും പാഴ്സൽ ട്രേ റിമൂവ് ചെയ്യുകയാണെങ്കിൽ 700 ലിറ്ററിന്റെ ബൂട്ടുമാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ സെക്കൻഡ് റോ നമ്മളാണ് ഫുള്ളി ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 1749 ലിറ്ററിന്റെ ഫുൾ സൈസ് ഒരു ബൂട്ടും നിങ്ങൾക്ക് ലഭിക്കും. പാഴ്സൽ ട്രേ അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ഫോൾഡ് ആവുന്നത്. ബാക്കിലേക്ക് നമുക്ക് മറ്റേ ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീല് ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസ് വേരിയന്റിൽ വരുന്ന വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഡസ്റ്ററിൽ ഞാൻ സ്പെയർ വീല് കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ടെക്ടോണിൽ എന്താണെങ്കിലും സ്പെയർ വീല് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ടൈൽ ഗേറ്റ് ആണ്. നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ആവുന്നത് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് വാഹനത്തിൻ്റെ അകത്തേക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വോക്കവേ ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക പ്രീമിയം ഇന്റീരിയർ എന്ന് പറയേണ്ടതായിട്ട് വരും. അതിൽ എടുത്തു പറയേണ്ട കാര്യമാണ് നിസാന്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ. ഒരു ബർഗണ്ടി റെഡ് ആൻഡ് ബേജ് കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റിയറിംഗ് വീലിലെല്ലാം നമുക്ക് ഒരു റോസ് ഗോൾഡ് ടച്ചും വരുന്നുണ്ട്. പക്കാ പ്രീമിയം ഇന്റീരിയർ എന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഡസ്റ്ററിനേക്കാളും കുറച്ചും കൂടിയും എയറിയാണ്. കാര്യം ഡസ്റ്ററിന്റെ ഒരു ഡാർക്ക് കളർ ടോൺ ആയതുകൊണ്ട് കുറച്ച് ഡാർക്കായിട്ട് നമുക്ക് ആ വാഹനത്തിന്റെ ഇന്റീരിയർ ഫീൽ ചെയ്യും. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെതറിഡ് ഫിനിഷ് കാണാം. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആ ഒരു ബർഗണ്ടി റെഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വൈറ്റ് ഫിനിഷ് അതിനകത്ത് സ്റ്റിച്ചിങ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഇവിടെയും ആ ഒരു ലെതറിഡ് ഫിനിഷ് കാണാം. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, അത് 4 വിൻഡോയും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിൽ, അകത്തെ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു റോസ് ഗോൾഡ് ഫിനിഷിലാണ് വരുന്നത്. നമുക്ക് താഴെയായിട്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. സീറ്റ് വെന്റിലേറ്റഡ് ലെതറിഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വെന്റിലേഷന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഇലക്ട്രിക്കലാണ് നമുക്ക് ഫുൾ കൺട്രോൾസ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ എന്ന് പറയേണ്ടി വരും. സൂക്ഷിച്ചില്ലെങ്കിൽ ചെളിയാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മാത്രമാണ് നമുക്കൊരു പ്രശ്നമായിട്ട് പറയാനുള്ളത്. ഇവിടെ ടെക്ടോൺ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. നമുക്ക് ഇവിടെ വശങ്ങളിലായിട്ട് നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, നമ്മുടെ ബൂട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് മീൻസ് ഓട്ടോ പാർക്ക് ബ്രേക്കിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്
ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും റോസ് ഗോൾഡിൻ്റെ ഫിനിഷുമാണ് വരുന്നത്. ടെക്ടോണിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ഫീൽ പ്രീമിയം. ഡസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണ് ആ ഒരു പ്രീമിയം ഫിനിഷ്. ടോപ്പിൽ നമുക്കിവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ആ ഒരു ബർഗണ്ടി റെഡ്, അതിനിടയ്ക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്, അതിനിടയ്ക്ക് കൂടെ റോസ് ഗോൾഡ് ലൈൻ വന്നിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ലെതറിഡ് ഫിനിഷ് വന്നിട്ടുണ്ട്. ഒരു പ്രീമിയം വാഹനത്തിൽ കയറുന്ന എല്ലാ ഫീലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ലേഔട്ട് മറ്റ് കാര്യങ്ങളെല്ലാം എക്സാക്ട് സിമിലറാണ്. ഇതിപ്പോൾ അടച്ചു പിടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഏത് വാഹനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഡസ്റ്റർ ആണെന്ന് ചിലപ്പോൾ പറഞ്ഞു പോയേക്കാം. കാരണം ബാക്കി എല്ലാ ഡിസൈനും ലേഔട്ടും കാര്യങ്ങളും എക്സാക്ട് സിമിലറാണ്. ഇപ്പോൾ ടോപ്പ് എൻഡിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡബിൾ ഡീക്കട്ട് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിനകത്ത് ചുറ്റും നമുക്ക് ആ ഒരു റോസ് ഗോൾഡ് ഇൻസൈറ്റ് കാണാനായിട്ട് പറ്റും. ഇടതുവശത്ത് നമുക്ക് നമ്മളുടെ ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വലതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസുമാണ് വരുന്നത്. നമുക്ക് ഇവിടെ താഴെയായിട്ടാണ് ഫോണിൻ്റെ നമ്മളുടെ മ്യൂസിക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെയായിട്ടാണ് വരുന്നത്. നമുക്ക് എന്താ പറയുക, അത്യാവശ്യം വലിപ്പമുള്ള വലിയ സ്റ്റിയറിംഗ് വീലുകൾ തന്നെയാണ് വരുന്നത്. ഇതിൽ ഓട്ടോമാറ്റിക് അല്ലാത്തതുകൊണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് പോലെയുള്ള ഫീച്ചേഴ്സൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. റെയിൻ സെൻസിങ് വൈപ്പറാണ് ഓട്ടോ ഹെഡ്ലൈറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഒരു 10.1 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഫുള്ളി ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. അതിൻ്റെ ലേഔട്ട് കാര്യങ്ങൾ ഒരു നിസാൻ രീതിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ക്രീനായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു എംറ്റി, മ്യൂസിക്കിൻ്റെ കൺട്രോൾസ്, ഈക്കോ മോണിറ്റർ, ടയർ പ്രഷർ, അങ്ങനെ എല്ലാം കാണാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യുന്ന സ്റ്റിയറിംഗ് വീലിലെ ഈ ഒരു കൺട്രോൾസ് ഉപയോഗിച്ചിട്ടാണ്. നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സ്ക്രീനാണ്. നാവിഗേഷൻ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അതിനകത്തേക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ലേഔട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 10.1 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. അത് നമ്മൾ ആ ഒരു ഡസ്റ്ററിൽ കണ്ട സിമിലർ സ്ക്രീൻ തന്നെ പറയേണ്ടി വരും. ഇത് രണ്ടും ഡസ്റ്ററിൽ കണ്ട സിമിലർ തന്നെയാണ്. ടോപ്പിലായിട്ട് അതിൻ്റെ കൺട്രോൾസ് ഓഫ് ചെയ്യാനും വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ ബട്ടണിൽ കൊടുത്തിരിക്കുന്നു. ഹൈ റെസൊല്യൂഷനിലുള്ള ഒരു സ്ക്രീൻ എന്ന് തന്നെ പറയാം. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ ഡയറക്റ്റാണ്. ഇത് ഡയറക്റ്റ് ഗൂഗിളിൻ്റെ കണക്ടിവിറ്റിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഗൂഗിളിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാപ്പൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല HD ക്ലാരിറ്റിയിലുള്ളൊരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അത് 360 നല്ല പക്ക ക്ലിയർ ആൻഡ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് കുറച്ച് വ്യൂ ഓപ്ഷൻസ്, ബാക്ക് മാത്രം 2 വശങ്ങളും കാണാനും 360 വ്യൂ, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുള്ളത് നല്ല ക്ലാരിറ്റിയിൽ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയൊക്കെ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നല്ല രസമാണ് മ്യൂസിക് കേൾക്കാനായിട്ട്. നമുക്ക് 9 സ്പീക്കേഴ്സ്, 4 സ്പീക്കറും 4 ട്യൂട്ടറും ഒരു സബ് വൂഫറോടും കൂടിയ മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഇവിടെയെല്ലാം നമുക്കൊരു സിൽവർ ടച്ച്. അതിന് താഴെ നമ്മളുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ സോൺ ക്ലൈമറ്റോണിക് AC ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത് കാണാം. വാഹനത്തിനകത്ത് കയറി ഓൺ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വാഹനം കൂളാവുന്നുണ്ട്. ക്ലിയർ എയർ എന്നും പറഞ്ഞൊരു എയർ പ്യൂരിഫിക്കേഷനും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ലോക്ക് ആൻഡ് അൺലോക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹസാർഡ് ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ബാക്കി ഇതെല്ലാം AC കൺട്രോൾസാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് പാഡ് കാണാം. 2 Type C ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും കാണാം. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. നമ്മുടെ 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ, ചുറ്റുമെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ ടർബോ പെട്രോൾ ആണ് എങ്കിൽ നമുക്ക് ടർബോ പെട്രോളിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് സെൻട്രൽ കൺസോളിൽ സ്റ്റോറേജ് സ്പേസ്, പിന്നെ നമുക്ക് ഓട്ടോ പവർ ബ്രേക്കിൻ്റെ മറ്റ് ഫീച്ചർ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആയിരിക്കും ലഭിക്കുക. സെൻറ്റർ ആംറെസ്റ്റ് കാണാം. അതിനകത്ത് അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനോട് കൂടി ആംറെസ്റ്റ് കൊടുത്തിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടി കൊടുത്തിരിക്കുന്നു. നമുക്ക് ഓട്ടോ ഡിമ്മിങ്ങുള്ള ഫ്രെയിംലെസ് ആയിട്ടുള്ള IRVMs ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് അവിടെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ പനോറമിക് സൺറൂഫാണ്. സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പനോറമിക് സൺറൂഫ് എന്ന് പറയേണ്ടി വരും. അത് ബാക്ക് വശം വരെ പോകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ അകത്തെ റീഡിംഗ് ലൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കൈ അടുത്തേക്ക് കൊണ്ടു ചെന്നാൽ അത് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ടച്ച് സെൻസിറ്റീവായിട്ടുള്ള റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളാണ് വരുന്നത്.
അപ്പോൾ ഇതാണ് ടെക്ടോൻ്റെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ ടോപ്പ് എൻഡിൻ്റെ ഇൻറ്റീരിയർ. ഈ വാഹനം 1 ലിറ്റർ ആയാലും 1.3 ആണ് എങ്കിലും ഇൻറ്റീരിയർ പക്ക സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. എക്സ്റ്റീരിയറിൽ ആകെ വരുന്ന ഡിഫറൻസ് ആ ഒരു ഫ്രണ്ട് ഗ്രില്ലിൽ വരുന്ന റെഡ് ലൈൻസ് മാത്രമാണ്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കാണാം. പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നത് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഇവിടെ എല്ലാം നമുക്കൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് AC വെൻസിൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. 2 ടൈപ്പ് C ചാർജിംഗ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആംറെസ്റ്റ്, അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് ആൻഡ് മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. അതൊരു ഫുള്ളി ലെതറിഡ് ഫിനിഷിൽ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മളുടെ CRI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്പേസ് കുറവായിട്ട് തോന്നും, പക്ഷേ അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. ബാക്കിലുള്ള സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഒരു ആംബിയൻ ലൈറ്റിംഗ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നല്ല വലിപ്പമുള്ള വലിയ സീറ്റുകളാണ്. ഒരു സെൻറ്റർ ടണൽ വരുന്നുണ്ട്. അതുകൊണ്ട് സെൻറ്റർ പാസഞ്ചർ കാല് 2 വശത്തും അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 2 പേർക്ക് പക്ക കംഫർട്ടായിട്ടും 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യേണ്ട സ്പേസിൻ്റെ സെൻറ്റർ ആംറസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. കൈയെല്ലാം വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. സൺറൂഫിൻ്റെ ഓപ്പണിംഗ് നമുക്ക് ഇവിടം വരെ വരുന്നുണ്ട്. ബാക്കിലേക്ക് നമുക്ക് ആ ഒരു LED ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലിൻ്റെ വശത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെക്ടോൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാർ എന്ന് പറയേണ്ടി വരും. ഈ ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡാസ് ലെവൽ 2 അത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ, അത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത ഫീച്ചർ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അഡാസിൽ വരുന്നുണ്ട്. നമ്മളുടെ ഡസ്റ്ററിൽ കണ്ട സിമിലർ ഫീച്ചേഴ്സാണ്. പിന്നെ ABS EBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് പോലെയുള്ള കോമൺ ഫീച്ചേഴ്സ് എല്ലാം ഈ ടെക്ടോണിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. നമ്മളുടെ മാഗ്നറ്റിലൊക്കെ കണ്ട സിമിലർ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോൾ നിസാൻ ഒന്നും കൂടി റീട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ വരുന്നുള്ളൂ. 100 PS പവറും 166 Nm ടോർക്കുമാണ്. ഈ വാഹനം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്താണ് ഡസ്റ്റർ. അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ കിടക്കുന്നുണ്ട്. ഒട്ടും പവർ ലാഗൊന്നും ഇല്ലാണ്ട് ഓടിക്കാൻ നല്ല രസമുള്ളൊരു എഞ്ചിൻ തന്നെയാണ് 1 ലിറ്റർ ആണെങ്കിലും. ഇതിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 19 ആണ്. അപ്പോൾ റിയൽ ലൈഫിൽ ഒരു 15-നും 16-നും ഇടയ്ക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. അതായത് നിങ്ങൾക്ക് മൈലേജ് ഉള്ളൊരു വാഹനം വേണം, എന്നാൽ ഓടിക്കാൻ രസമുള്ളൊരു വാഹനം വേണമെങ്കിൽ ഇതിൻ്റെ 1 ലിറ്റർ എടുക്കുക. ഇനി 1.3ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 1.3 4 സിലിണ്ടർ ടർബോ ആണ്. 163 PS പവറും 280 Nm ടോർക്കുമാണ്. സെഗ്മെൻറ്റിൽ ഡസ്റ്ററും ടെക്ടോണുമാണ് സെയിം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനായിട്ട് വരുന്നത്. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് DCT ഗിയർ ബോക്സുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. മാനുവലിന് 17-ഉം ഓട്ടോമാറ്റിക്കിന് 18-ഉമാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. റിയൽ ലൈഫിൽ ഒരു 12-നും 14-നും ഇടയ്ക്ക് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ഈ വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രൈസിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. ഇപ്പോൾ നമ്മളാണെന്ന് തോന്നുന്നു നമ്മുടെ ചാനലിലാണ് ആദ്യമായിട്ടായിരിക്കും 1 ലിറ്ററിലെ ടോപ്പ് എൻഡിൻ്റെ വീഡിയോ വരുന്നത്. ഇനി ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് വിസിയ വേരിയൻ്റ് ആണ്. പ്രൈസിലേക്ക് പോകുമ്പോൾ നമ്മളെ ഡസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രൈസ് കുറവ് ശരിക്കും ടെക്ടോണിൽ വരുന്നുണ്ട്. കാരണം ഈ വാഹനത്തിന് ബേസ് വേരിയൻ്റൊക്കെ ആണെങ്കിലും 10,000 രൂപയും ടോപ്പ് എൻഡിലേക്കൊക്കെ ചെല്ലുമ്പോൾ 10,000 രൂപയുടെ കുറവ് നമുക്ക് ടെക്ടോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വിസിയ ബേസ് വേരിയൻ്റ് നമുക്ക് 10,49,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 12,83. പിന്നെ നമ്മുടെ ഡസ്റ്ററിൽ എനിക്ക് തോന്നുന്നു 12,91 എങ്ങാണ്ടാണ് പ്രൈസ് വരുന്നത്. പിന്നെ വിസിയ പ്ലസ് എന്നും പറഞ്ഞൊരു അഡീഷണൽ വേരിയൻ്റ് ഇവിടെ വരുന്നുണ്ട്. ഈ വിസിയയിൽ തന്നെ നമുക്ക് അത്യാവശ്യം ആക്സസറീസ് ചെയ്തു വരുന്ന ഒരു വേരിയൻറ്റ്. 13,62 അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് 12,83 ബേസ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ വിസിയ പ്ലസിന് 13,62. പിന്നെ സെക്കൻഡ് വേരിയൻറ്റ് വരുന്ന അസെൻഡയാണ്. ഈ അസെൻഡ വേരിയൻ്റ് എടുത്ത് നമുക്ക് ടർബോ പെട്രോളിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അസെൻഡയിൽ ടർബോ പെട്രോളിൽ മാനുവൽ കൊടുത്തിട്ടില്ല. ടർബോ പെട്രോൾ മാനുവൽ നമുക്ക് എൻ കണക്റ്റയിലും ടെക്നയിലും മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അസെൻഡ 1 ലിറ്റർ ടർബോ നമ്മൾ 160 ആ വാഹനത്തിന് 14.41 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അസെൻഡ 280 ആണ് എങ്കിൽ നമുക്ക് DCT ഗിയർ ബോക്സ് ആണ്. ആ വാഹനത്തിന് 14,99 എക്സ് ഷോറൂം പ്രൈസും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 18,30. അതായത് ടെക്ടോണിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ മിനിമം 18,30 സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും.
അടുത്ത വാഹനം വേരിയൻറ്റ് വരുന്നത് എൻ കണക്റ്റ വേരിയൻ്റ് ആണ്. ഇതിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് എൻ കണക്റ്റ വേരിയൻ്റ് ആണ്. അടുത്തത് ആ വേരിയൻറ്റിൻ്റെ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. എൻ കണക്റ്റ മാനുവൽ 160 ആണ് എങ്കിൽ 1672 എൻ കണക്റ്റയിലാണ് നമുക്ക് നമ്മളുടെ 280 മാനുവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വാഹനത്തിന് 1830 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് നിങ്ങൾക്ക് നമ്മളുടെ ടെക്ടോണിലെ 280 PS പവറുള്ള ഒരു വാഹനത്തിൽ മാനുവൽ വേണമെങ്കിൽ എൻ കണക്ട് എടുക്കണം. അതിന് 1830 ഓൺ റോഡ് വരും. അതിൻ്റെ DCT ആണ് എങ്കിൽ 2045. അതായത് ഇതിനകത്ത് ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ്, ടെക്ടോണിലെ ഒരു മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ്, അതിൻ്റെ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് 2045. ഇനി അടുത്ത വേരിയൻറ്റ് വരുന്നത് ടെക്നയാണ്. 19,09,000 രൂപയാണ് 1 ലിറ്റർ ടർബോന് പ്രൈസ് വരുന്നത്. ഇനി നമ്മളുടെ 1.3 ടർബോ മാനുവൽ ആണെങ്കിൽ 2032. അതിൻ്റെ DCT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 22,05,000 രൂപ. പിന്നെ വരുന്നത് ടോപ്പ് എൻഡാണ്. നിങ്ങൾ ഈ കാണുന്ന ടെക്ന പ്ലസ് ടോപ്പ് എൻഡിന് 20,45,000 രൂപ. ഇത്രയും ഫീച്ചേഴ്സുള്ള, ഇത്രയും പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനം, അഡാസ് ലെവൽ 2 പോലുള്ള ഫീച്ചേഴ്സ് തരുന്ന ഒരു വാഹനം 2045 നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഇതിൻ്റെ ടർബോ പെട്രോൾ DCT ഓട്ടോമാറ്റിക് ആണെങ്കിൽ, അതായത് 280 DCT ആണെങ്കിൽ 23,04,000 രൂപ. അതായത് നമ്മളുടെ ഡസ്റ്ററിനേക്കാൾ ഏകദേശം ഒരു 10,000 രൂപയുടെ കുറവ് അവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസും നമ്മുടെ സെഗ്മെൻറ്റിൽ തന്നെ ഒന്ന് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസാണ് ടെക്ടോണിന് നിസാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചും കൂടി നമുക്കിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനമായിട്ട് ശരിക്കും ടെക്ടോൺ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിസാൻ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കുക, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ടെക്ടോൺ എന്നല്ല, നിസാൻ്റെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ടെക്ടോണിൻ്റെ അത്യാവശ്യം വേരിയൻറ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഡസ്റ്ററിനേക്കാളും കുറച്ചും കൂടി പെട്ടെന്നൊക്കെ ഡെലിവറി കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനിയും ഇതിനകത്തൊരു മിസ്സിംഗ് ആയിട്ട് വരുന്നത്, ഡസ്റ്ററിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മളുടെ ഹൈബ്രിഡ് വരുമെന്ന് പറയേണ്ടത്, ഇതിനകത്ത് അതെന്താണെങ്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല. നിസാൻ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് അതെന്താണെങ്കിലും വരുന്നില്ല എന്ന്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.